കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. തല്ലുമാല സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാനും തമാശ സിനിമയുടെ സംവിധായകൻ അഷ്റഫ് ഹംസയുമാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിയിലായത്. ഇവരിൽ നിന്ന് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. അവർ ജസ്റ്റ് അതിനുള്ള ആരംഭം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പിടികൂടുകയായിരുന്നു. സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാണെന്ന് പറയുക തീർച്ചയായിട്ടും ഇതിൻ്റെ ഉറവിടം സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടാവും. ഇത് കൊടുത്ത ഒരാളെ പറ്റി ഒരു ചെറിയ സൂചനയുണ്ട്. അയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. ആരാന്ന് ഒരു ഊഹമേയുള്ളൂ. അപ്പോൾ അവർ കൊടുത്ത ആളെ പറ്റി ഒരു ചെറിയ സൂചനയുണ്ട്. അതിനെപ്പറ്റി തീർച്ചയായിട്ടും അന്വേഷിക്കും. പിടിയിലായ 2 സംവിധായകരെയും ജാമ്യത്തിൽ വിട്ടു. ഒരാൾ കസ്റ്റഡിയിൽ തുടരുകയാണ്. സംഭവത്തിൽ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കുമെതിരെ നടപടിക്കൊരുങ്ങുകയാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ യോഗം ചേർന്ന ശേഷം തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി റാഫി കരീമും അശ്വിൻ പാലാഴിയും ഇപ്പോൾ ചേരുന്നുണ്ട്. റാഫി, എന്തൊക്കെ വിവരങ്ങളാണ് എക്സൈസ് ഇപ്പോൾ നൽകുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്? റാഫി, ഉന്മേഷ്, ഈ സിനിമാ സംവിധായകരുടെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് എക്സൈസ് അതിവേഗം കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആളുടെ പേര് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഷാഫിൽ മുഹമ്മദ് എന്നാണ് ഈ മൂന്നാമത്തെ വ്യക്തിയുടെ പേര്. ഇയാൾ സിനിമാ മേഖലയുമായി ബന്ധമില്ലാത്ത ഒരു ആളാണ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള നിഗമനം. എക്സൈസ് ഇയാളുടെ പേരടക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ ആളെ കൂടി എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഈ വ്യക്തി തന്നെയാണോ ഇവർക്ക് കഞ്ചാവ് നൽകിയതെന്നുള്ള കാര്യത്തിൽ എക്സൈസിന് സ്ഥിരീകരണം നൽകേണ്ടതുണ്ട്. എന്തായാലും ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയ ആളെ കൂടി എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ എക്സൈസിന് ലഭിക്കേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇന്നലെ തന്നെ ഖാലിദ് റഹ്മാനിൽ നിന്നും ഒപ്പം തന്നെ അഷ്റഫ് ഹംസയിൽ നിന്നും ലഭിച്ചിരുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുമാണ്. കാരണം 1.6 ഗ്രാം കഞ്ചാവ് പിടികൂടുമ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുടെ കഞ്ചാവല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് ഇന്നലെ തന്നെ ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എക്സൈസിന് ലഭിക്കേണ്ടിയിരുന്നത് ഈ കഞ്ചാവിൻ്റെ ഉറവിടം സംബന്ധിച്ചായിരുന്നു. ആ വിവരം ഇന്നലെ ഇവരിൽ നിന്ന് എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള പരിശോധനകൾ ഈ വിവരം ഈ ഉറവിടം സംബന്ധിച്ചുള്ളതാണ്. ഈ ഉറവിടത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇയാളിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് സിനിമാ മേഖലയിൽ കഞ്ചാവ് നൽകിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളാണ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും സിനിമാ മേഖലയിലെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട സംവിധായകന്മാരിൽ നിന്നാണ് ഇന്നലെ 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് പിടികൂടുന്നത്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമീർ താഹിറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലായിരുന്നു, ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഗ്രാൻഡ് ബേ എന്ന ഫ്ളാറ്റിലായിരുന്നു ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയുള്ള എക്സൈസിൻ്റെ പരിശോധന. ഈ പരിശോധനയിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഈ സിനിമാ സംവിധായകന്മാരെ എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ എക്സൈസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങളായി ഇവർ ഈ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട്, മറ്റു ലഹരികൾ ഉപയോഗിക്കാറില്ല. ഈ ലഹരി കൈമാറിയത് ആരാണ്, ഇവരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, ഇത് ഇന്നലെ തന്നെ എക്സൈസ് പരിശോധിച്ചിരുന്നു. ഒപ്പം തന്നെ ഇവരുടെ ടെലിഫോൺ വിവരങ്ങൾ എക്സൈസ് പരിശോധിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറവിടം കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനിയുള്ള കാര്യങ്ങൾ ഏറെ നിർണായകമാണ്. ഇവർക്ക് സിനിമാ മേഖലയിൽ ആർക്കെല്ലാമാണ് ഈ ലഹരി മാഫിയയുമായി ബന്ധമുള്ളത്, ഇവർക്ക് കഞ്ചാവ് നൽകിയ അയാൾ പറയുന്ന പേരുകൾ, അത് ഏറ്റവും നിർണായകമാണ്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമായി ബന്ധമുള്ളപ്പോൾ കഞ്ചാവ് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ സിനിമാ മേഖലയിലെ മറ്റാരെല്ലാമായിട്ടായിരിക്കും ഇയാൾ കഞ്ചാവ് ഇടപാട് നടത്തിയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിവരമായിരിക്കും. ആ വിവരങ്ങൾ ഇനി എക്സൈസിന് പുറത്തുവിടാൻ കഴിയും. ആ വിവരങ്ങളിലേക്കാണ് ഇനി എക്സൈസ് അന്വേഷിച്ചെത്തുക.